ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ബേസിക്കലി ടോപ്പിക്ക് വരുന്നത് ഏതാണ്? ടോപ്പിക്ക് വരുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയാണ് ടോപ്പിക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8 കിടക്കാം. ജനുവരി 29th ഷിഫ്റ്റ് 1ൻ്റെ 8th ക്വസ്റ്റ്യനിലേക്ക്. ഇതും ബേസിക്കലി കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ഹൈബ്രിഡൈസേഷൻ ആൻഡ് മാഗ്നറ്റിസം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊക്കെ ചെയ്ത് പരിചയമുള്ള കോമ്പൗണ്ട്സ് തന്നെയാണ് മിക്കതും ഇതിൽ തന്നിരിക്കുന്നത്. ആദ്യത്തെ അതായത് ഒരു ലിസ്റ്റ് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്, മറ്റേടത്ത് ഹൈബ്രിഡൈസേഷനും മാഗ്നറ്റിക് നേച്ചറും തന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ലുക്ക്. ആദ്യത്തത് MnBr4 2- ആണ്. MnBr4 2- നമുക്കറിയാം Mnൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ് മക്കളെ? Mnൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. +2 എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ബേസിക്കലി 4s0 3d5. 4s0 3d5 ആണ്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഡി ഓർബിറ്റൽസ്, ശരി ഞാനിപ്പോൾ സ്പ്ലിറ്റിംഗ് ഒന്നും കാണിക്കുന്നില്ല. ഹൈബ്രിഡൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ സ്പ്ലിറ്റിംഗ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ നോക്കിയാൽ മതി. ഇപ്പോൾ 5 ഡി ഓർബിറ്റൽസ് ഇങ്ങനെയുണ്ട്. 1 2 3 4 5. പെയറിങ് നടക്കില്ല. കാര്യം എന്താണ്? ബേസിക്കലി വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. ആൻഡ് 1 2 3 അതായത് കോർഡിനേഷൻ നമ്പർ 4 ആണ്. ഇപ്പോൾ 1 2 3 4 5 5 ഇലക്ട്രോൺസ് ഇവിടെയുണ്ട്. പിന്നെയുള്ളത് 4s, പിന്നെയുള്ളത് 3 4p അല്ലേ? അപ്പോൾ ഇവിടെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും മക്കളെ? sp3 ആയിരിക്കും. കാര്യം 3D ഓർബിറ്റൽസ് ഒന്നും കിട്ടുന്നില്ല. 3D ഓർബിറ്റൽസ് ഒക്കെ ഓക്യുപ്പൈഡ് ആണ് അല്ലേ? സോ ഇവിടെ sp3 ആയിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് പാരാമാഗ്നറ്റിക്. sp3 ആൻഡ് പാരാമാഗ്നറ്റിക്. സോ ഓപ്ഷൻ 1 വരാൻ പോകുന്നത് 4 ആണ് കേട്ടോ. ഓപ്ഷൻ 1ൻ്റെ കേസ് 4 ആണ്. നെക്സ്റ്റ് FeF6 3- FeF6 3- എന്ന് പറയുമ്പോൾ FeF6 3- എന്ന് പറയുമ്പോൾ അയൺ ഇസ് ഇൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ബേസിക്കലി 4s0 3d5 ആണ്. 4s0 3d5. ആൻഡ് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ് മക്കളെ. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ് F- 1 2 3 4 5 1 2 3 4 5 ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്. ആൻഡ് 4s 1 3 4p പിന്നെ 4d ഉണ്ട്. 1 2 3 4 5. അപ്പോൾ ബേസിക്കലി നിങ്ങൾ നോക്കിക്കേടാ, ഇവിടെ ഒരു 4s ഉപയോഗിക്കും, 3 4p ഉപയോഗിക്കും, 2 4d ഉപയോഗിക്കും അല്ലേ? 5 അൺപെയർഡ് ഇലക്ട്രോൺസും ഉണ്ടാവും. 5 അൺപെയർഡ് ഇലക്ട്രോൺസും ഉണ്ടാവും. സോ ബേസിക്കലി ഇവിടെ ഏതാണ് ഹൈബ്രിഡൈസേഷൻ വരിക? ഇവിടെ ആദ്യത്തെ കേസിൽ ഹൈബ്രിഡൈസേഷൻ sp3 ആയിരുന്നു. ഇവിടെ ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത് sp3d2 ആയിരിക്കും. sp3d2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. യെസ് ഓ നോ? മനസ്സിലായോ? ഫൈൻ. ആൻഡ് ഇറ്റ് ഇസ് പാരാമാഗ്നറ്റിക്. 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇവിടെ വരാൻ പോകുന്നത് sp3d2 ആൻഡ് പാരാമാഗ്നറ്റിക്. sp3d2 ആൻഡ് പാരാമാഗ്നറ്റിക് ആണ്. ദാറ്റ്സ് ബേസിക്കലി ഓപ്ഷൻ നമ്പർ 2. നെക്സ്റ്റ് COC2O4 3- COC2O4 3- CO C2 ഓക്സലേറ്റ് 3 ഓക്കെ. അപ്പോൾ ബേസിക്കലി കോർഡിനേഷൻ നമ്പർ 6 തന്നെയാണ് കേട്ടോ അവിടെ വരിക. കോർഡിനേഷൻ നമ്പർ 6 ആണ്. ഒക്ടാഹെഡ്രൽ സ്പീഷി ആണ്. കൊബാൾട്ട് 3+ ആണ് വരുന്നത്. കൊബാൾട്ട് 3+ൻ്റെ ഒപ്പം വാട്ടർ, ഓക്സലേറ്റ് ഇതൊക്കെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് ആണ്. നമ്മളെ എക്സെപ്ഷൻസിൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. സാധാരണ വാട്ടർ, ഓക്സലേറ്റ് ഒക്കെ വീക്ക് ഫീൽഡ് ലിഗാൻസിൻ്റെ ഗണത്തിൽ പെടുന്നതാണ്. പക്ഷേ CO3+ൻ്റെ ഒപ്പം, കൊബാൾട്ട് 3+ൻ്റെ ഒപ്പം ഈ ആശാന്മാരൊക്കെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് ആണ്. ക്ലാസ്സിൽ പ്രത്യേകം പറയുന്നതാണ് ഈ എക്സെപ്ഷൻസ്. അപ്പോൾ ബേസിക്കലി കൊബാൾട്ട് 3+ എന്ന് പറയുമ്പോൾ 4s0 3d6 ആണ്. 4s0 3d6. പക്ഷെ നിങ്ങൾക്കറിയാം ഇവിടെ പെയറിങ് നടക്കും. 1 2 3 4 5 6. അപ്പോൾ D2 4s 1 4p 3. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, D2sp3 ആയിരിക്കും ഇവിടെ ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത്. D2
sp3 ആയിരിക്കും ആൻഡ് ഇറ്റ് ഇസ് ഡയാമാഗ്നറ്റിക്. D2sp3 ആൻഡ് ഡയാമാഗ്നറ്റിക് ആണ്. സോ ദാറ്റ്സ് ബേസിക്കലി 1. NiCO4 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. NiCl4 2 മൈനസ്, NiCN4 2 മൈനസ്, NiCO4 ഇത് മൂന്നും നിങ്ങൾ ആദ്യം പഠിക്കുന്നതാണ്. NiCO4 ടെട്രാഹൈഡ്രലാണ്, ഡയാമാഗ്നറ്റിക് ആണ്. ദാറ്റ് മീൻസ് sp3 ആൻഡ് ഡയാമാഗ്നറ്റിക്. അത് ഞാൻ വരയ്ക്കാതെ തന്നെ നിങ്ങളെല്ലാം വരച്ച് പഠിച്ച ഏറ്റവും കൂടുതൽ തഴക്കം വന്നൊരു സംഭവമാണ് NiCO4. സോ 4 2 1 3 ആണ് ആൻസർ ആയിട്ട് വരിക. 4 2 1 3 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ നമ്പർ 4 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണോ മക്കളെ?